ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയെ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഇന്ന് ഫ്രീ ആയോ? ഞാൻ ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എല്ലാവരും തിരക്കല്ലേ, പിന്നെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ കാണാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞതേ. ഇതെൻ്റെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല കേട്ടോ, നേരത്തെ എടുത്തു വെച്ച വീഡിയോയാണ്. അപ്പോൾ രാവിലെ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ക്രിസ്മസിന് ഒരു ദിവസത്തെ അവധി ഉള്ളായിരുന്നു. എന്നോട് എല്ലാവരും ചോദിച്ച് ക്രിസ്മസിന് പിള്ളേർക്ക് അവധിയുണ്ടോ എന്ന്. ഇനി എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നാളെ പോകണം, പിന്നെ ശനി ഞായർ, പിന്നെ ന്യൂ ഇയറിന് ഒരവധി കൊടുക്കും, അതേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇവർക്ക് ജനുവരി 3, 4, 5 ഈ ഇലക്ഷനല്ലേ, ആ ഇലക്ഷൻ ആയതുകൊണ്ട് അവരുടെ സ്കൂളിൽ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ ക്രിസ്മസിന് ഒരാഴ്ചയെങ്കിലും അവധി കൊടുക്കുമായിരുന്നു. ഇപ്പോഴാണ് അവരതുകൂടെ എടുത്ത് ഈ ഗണപതിക്കും അതിനൊക്കെ കൊടുക്കും, ദീപാവലിക്കൊക്കെ. അല്ലാതെ ക്രിസ്മസിന് അങ്ങനെ അവധിയില്ല പിള്ളേർക്ക്. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ഒരു ദിവസമേ ഉള്ളൂ, ആ ഫ്രൈഡേയും കൂടെ അങ്ങ് അവധി കൊടുത്തുകൂടായിരുന്നോ. അപ്പം ഇഡലിയൊക്കെ ഞാൻ ഉണ്ടാക്കി, അതൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് അവനുള്ളത് മസാല ഇഡലി ഇടട്ടെ. അപ്പം പോൾമോൻ ഇപ്പം സ്റ്റഡി ലീവാണ്. അവന് ജാനുവരിയിലാണ് സെമിസ്റ്റർ എക്സാം. അപ്പം 3-4 ദിവസം കൊണ്ടായി ഇപ്പം അവന് സ്റ്റഡി ലീവാണ്. അതുകൊണ്ട് അവന് ടിഫിൻ കൊടുക്കണ്ട, കൊച്ചിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ മസാല ഇഡലിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയേ. ഇതിപ്പോൾ ഇച്ചിരി കൂടുതലുണ്ട്. അത് വൈകിട്ട് ചായ സമയത്ത് വേണമെങ്കിൽ കൊടുക്കും. അത് ഇരുന്നാലും മസാല ഇഡലി വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇഡലിയുടെ കൂടെ സാമ്പാറുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ ഒന്ന് എല്ലാവർക്കും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനും കഴിക്കാൻ എടുത്ത്. ഞാനിപ്പോൾ രാവിലെ എല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പം കഴിക്കാനെടുത്തത്. അപ്പം ഞാൻ തോരൻ വയ്ക്കാൻ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് അതെല്ലാം ചെയ്തതിന് ശേഷം കാബേജും ക്യാരറ്റും കൂടാണ് തോരൻ വെക്കുന്നത്. അപ്പോഴിന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു സംഭവം ഉണ്ടായേ. എന്തോന്നോ, ഇന്നെന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്ന് അവധി ആയതുകൊണ്ട് രാവിലെ 5 മണിക്ക് എണീക്കേണ്ട ആവശ്യമില്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത്. സാധാരണ ഇവിടെ പാലുകാരൻ ഞാൻ പറഞ്ഞില്ലേ 5:30 ഒരു 6 മണിക്കാവൊക്കെ വെളിയിലിങ്ങനെ നമ്മൾ ആ കഥ അടയ്ക്കുന്ന ആ ലോക്കുണ്ടല്ലേ, അതിൻ്റെ അകത്ത് സഞ്ചി തൂക്കിയിടും, അതിൽ കൊണ്ടിട്ടിട്ട് പോകും. രാവിലെ ബെല്ലടിക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ഞാനൊരു 7 മണിയായിട്ടാണ് എണീറ്റത്. അപ്പം ഞാൻ പ്രൈസൻ്റെ അടുത്ത് പറഞ്ഞിടാ പാല് പോയി എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ പ്രൈസൻ പറഞ്ഞു, മമ്മി സഞ്ചി ഇട്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും പാലില്ല. അപ്പം ഞാൻ ചിന്തിച്ചിനി ഇപ്പോൾ ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ ഈ മാടേന്നൊക്കെ വന്ന് താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ചിന്തിച്ച് ഇന്നലെ ആരോ ബെല്ലടിച്ചിട്ടും പോയി. ഞാൻ ചിന്തിച്ചു ഇവർ ആരേലും ഇങ്ങനെ എടുത്തിട്ട് പോയാന്നോ, ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലല്ലേ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെന്നാൽ ഒരു പൂച്ച വരുമല്ലേ, ആ പൂച്ച എടുത്തിയായിരിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ 3rd ഫ്ലോർ വരെ ഒന്ന് പോയി നോക്ക് പ്രൈസ മോനെ, അവിടെ പൂച്ച കടിച്ച് പറിച്ചിട്ടിട്ടുണ്ടോന്ന്. പൂച്ച എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ പാൽ അവിടെ വീഴുമല്ലേ. അങ്ങനൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് റേച്ചാൻ വെളിയിൽ പോയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വഴി റേച്ചാൻ ഒന്നാന്ന് നോക്കാമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് വഴി വന്നോണ്ടേ ഞങ്ങളുടെ താഴെ 3rd ഫ്ലോറിലെ ഒരു ആൻറ്റി അവിടെ ഇങ്ങനെ നിന്ന് അവരിങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്തുവാ പട്ടി, അവർ പറയുന്നു അവരുടെ 2-3 ദിവസം പ്രാവശ്യം ഇങ്ങനെ പട്ടി ഇത്രയും ലോക്കാണെങ്കിൽ അത് പൊങ്ങിച്ചാടി കടിച്ച് പറിച്ചു. അങ്ങനെ അത് ഇവരെന്തോ കാണുമോ എന്തോ ചെയ്ത് ഇവർ പുറകെ പോയതുകൊണ്ട് 1/2 ലിറ്റർ കിട്ടി ഞങ്ങളുടെ. അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് അത് ഞങ്ങൾക്ക് വരാൻ വരുമായിരുന്നു. ഒരു കവറങ്ങ് കീറിപ്പോയി. താഴെ എന്ന ഏറ്റവും ഗ്രൗണ്ടിൽ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഇങ്ങനെ നമ്മുടെ ഈ ദർവാജ പോലെ ഈ കമ്പിയും കൊണ്ട് ഇതുണ്ട്. അത് പക്ഷേ ലോക്ക് ഇട്ടില്ലെങ്കിൽ എനിക്കൊന്ന് പട്ടി തള്ളി കയറി വന്നേ ആയിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും ലിഫ്റ്റ് വഴിയാണ് പോകുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറുകാർ മാത്രമാണ്, ചിലപ്പോൾ 2nd ഫ്ലോറുകാരും ഈ താഴെ സ്റ്റെപ്പ് വഴി പോകുന്നത് കൊണ്ട് അത് ചിലപ്പോൾ അടയ്ക്കാതെ. അതുകൊണ്ട് എന്നാലും ഈ 4th ഫ്ലോർ വരെ പട്ടി കയറി വരുമെന്ന് പറഞ്ഞ ഒരു വല്ലാത്തതില്ല. അങ്ങനെ സൊസൈറ്റിയിൽ ചെന്ന് കംപ്ലൈൻ്റൊക്കെ അവരും പറഞ്ഞാന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ പാലുകാരനോട് വിളിച്ച് പറഞ്ഞു, ഇനിയും പാല് കൊണ്ടുവരുന്നുണ്ടേ ബെല്ലടിക്കണേ, അല്ലാതെ അങ്ങനെ ഇട്ടിട്ട് പോകണ്ടാന്ന്. സഞ്ചിയും കൂടെ വള്ളി പൊട്ടിപ്പോയി, അല്ലാതെ സഞ്ചി കീറിയതൊന്നുമില്ല. എന്തോ വേലയാന്ന് പറയണേ ഈ പട്ടികളുടെയൊക്കെ കാര്യം. ചിലർ നിങ്ങൾക്ക് ഇങ്ങനെ ആഹാരമൊക്കെ കൊടുത്താൽ നിങ്ങളെ അങ്ങ് ഇതാക്കി വെക്കും. ചിലർ വാച്ച്മാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓടിച്ച് വിടുന്ന കാണാം.
അപ്പം കാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരനും വെക്കുന്നത് അന്ന് അങ്ങനെ അച്ചാറിന് ഞാൻ എടുത്തതിൻ്റെ ബാക്കി മീൻ കുറച്ചുണ്ടായിരുന്നു വെട്ടിയത്, അതെടുത്തുനിന്ന് കറി വെക്കാമെന്ന് വെച്ചു. അപ്പം ജനലേക്കൂടെ നോക്കിയോണ്ടേ പ്രൈസം വരുന്നുണ്ടേ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവനിങ്ങ് ബെല്ലടിക്കാറായി, എന്നിട്ടും കണ്ടില്ല. ഞാനിവിടെ കതകും തുറന്ന് നിൽക്കുമായിരുന്നു, അവൻ ഇപ്പോൾ വരുമെന്ന്. താഴെ എങ്ങാണ്ട് പൂച്ചയെ നോക്കി നിൽക്കുക. സംഭവം പറ. നീ സ്റ്റെപ്പ് വഴിയാണോ വന്നേ? പിന്നെ ലിഫ്റ്റിൽ കൂടെ ആണോ വന്നേ? പിന്നെ എന്നിട്ട് ബില്ലി എവിടെ കണ്ടു നീ? ബില്ലി എവിടെ ഇരിക്കുമായിരുന്നു? താഴെ എവിടെ? ഏത് താഴെ വിങ്ങിലോ? എന്നിട്ട് നീ അവിടുന്ന് ഇവിടെ വരെ അതിനെ എടുത്തോണ്ട് വന്നോ? പിന്നെ നിന്റെ പുറകെ വന്നോ അത്? എന്നിട്ട് പിന്നെ ഇവിടെ എങ്ങനെ വന്നു തരുന്നത്? അത് പിന്നെ നിന്റെ കൂടെ വന്നു പോയോ? നിന്റെ പുറകെ ഇവിടെ വരെ കയറി വന്നോ? എടുക്കരുത്, ചിലപ്പോ മാന്തും. എടുക്കരുത്, അറിയാത്തവരെടുത്താ അത് മാന്തും, അത് പോയിസണാ. അപ്പോൾ ആ പൂച്ച താഴെ നിൽക്കുമായിരുന്നു. ഇവനെ കണ്ടോണ്ടേ ഇവന്മാരൊക്കെ ഒന്ന് തലോടുന്നോണ്ട് എന്നാൽ എൻ്റെ പുറകെ ഒന്നും വന്നിട്ടില്ല, ഇവൻ്റെ പുറകെ കയറി വന്നെന്ന്. അപ്പം ഇവനറിയാം സെക്കൻഡ് ഫ്ലോറിലുള്ള അവരുടെ വീട്ടിൽ അമ്പറയിൽ കുറേ പൂച്ചകളെ വളർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ അല്ലെന്ന് തോന്നിയത്. അവർ പക്ഷേ വെളിയിൽ ഇങ്ങനെ ആഹാരമൊക്കെ എടുത്ത് വെളിയിൽ വെക്കും, വെള്ളവും ആഹാരമൊക്കെ. അപ്പോൾ അവൻ അവിടെ വരെ അതിനെ കൊണ്ടുവിട്ട് അവരുടെ ആണെന്നും പറഞ്ഞു. അന്നേരം അവിടെ കതകൊന്നും തുറന്നിട്ടില്ല, വീണ്ടും അവൻ്റെ പുറകെ വന്നെന്ന്. എന്നിട്ട് ഇവൻ താഴെ വരെ അതിനെ കൊണ്ടുവിട്ടിട്ട് വന്നെന്ന്. എന്തോ പിള്ളേരാന്ന് പറയണേ. അതിനൊക്കെ തൊട്ട് ചിലപ്പോൾ അറിയാൻ വയ്യാത്തവരാണെങ്കിലേ ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയായിട്ട് പണ്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ആന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേര ആയതുകൊണ്ട് ഇച്ചിരി വെളുപ്പമായത് കൊണ്ട് ബുദ്ധിമുട്ടി റേച്ചാൻ ഒരു പീസ് എടുക്കും. പിന്നെ ഞാൻ ഒന്നുകൂടെ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കൊണ്ടു കൊടുക്കും. വേണ്ടെന്നും പറഞ്ഞിരിക്കും. അതിൽ നിന്നും റേച്ചാൻ എങ്ങനെയും നുള്ളിപ്പിച്ച് ഇച്ചിണിയും കറുപ്പുണ്ടെങ്കിലും അതിനെ നുള്ളിപ്പിച്ചു. നമ്മളാണെങ്കിൽ അത്ര പോസ്റ്റ് ഓട്ടം ചെയ്യത്തില്ലല്ലേ, പ്രൈസം പോലും അങ്ങനെ ചെയ്യത്തില്ല. ഇതങ്ങനെ ഒരു സാധനമാണ്. അപ്പം ഞാൻ ചില സമയത്ത് കിട്ടുന്ന കറിവേപ്പില നല്ല മണമുള്ളതായിരിക്കും, ചിലപ്പോൾ കിട്ടുന്നത് വെറും ഇത്തിരി വലിയ ഇലയായിരിക്കും, ഒട്ടും മണം കാണത്തില്ല. ആ സ്റ്റാർട്ടിങ് ഒരിച്ചിരി മണം കാണും, ഒരിച്ചിരി ഒന്ന് വാടുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ സ്മെല്ലങ്ങ് പോവും. ഇതെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ തുണിയും കൂടെ വിരിക്കാനെടുത്തു. തുണി വിരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ചിക്കൻ്റെ ചിക്കൻ ഞാൻ ഒത്തിരി ഇട്ട് വെക്കാറില്ല, ചുരുക്കം ആൾക്കാരെ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ രാവിലെ ഇച്ചിരി സമയം എടുത്ത് രാവിലെ അതൊന്ന് ബോൺലെസ് അങ്ങനെ നമ്മൾ വാങ്ങിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ അരിയുന്നത്, അവരെയും കൊണ്ട് ഞാൻ അരിയിപ്പിക്കത്തില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി വാരി ഇച്ചിരി മസാല പുരട്ടി വെച്ച്, എന്നിട്ട് ഇതെല്ലാം പരിപാടികൾ കഴിയുമ്പം ചിക്കന് അച്ചാറിടാമെന്നും പറഞ്ഞു. എൻ്റെ ഷോളുണ്ടല്ലോ അദ്ദേഹത്തിടുന്ന, ആരെങ്കിലും ബെല്ലടിക്കുമ്പം ജിയോ മാർട്ടിന്നോ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അവിടെ ഓവൻ്റെ അവിടെ ഇട്ടേക്കുന്നത്. എളുപ്പം അത് ഇട്ടോണ്ടാ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങ് അകത്തോട്ട് കയറി പോകണ്ടേ, ഈ OTP നമ്പർ കൊടുക്കണ്ടേ. നേരത്തെ ജിയോയുടെ നല്ല സർവീസിങ് ആയിരുന്നു, ഉള്ള മിക്ക സാധനവും കാണും. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ എടുക്കും, പിന്നെ ലാസ്റ്റിലായിരിക്കും പറയുന്നത് ഇതില്ലാന്ന്. പക്ഷേ സെപ്റ്റോയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ എല്ലാം കാണും അവിടെ. അപ്പം ഞാൻ പിന്നെ ചിക്കൻ വൈകുന്നേരം ഇച്ചിരി ഒന്ന് ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നേരം ഒന്ന് പോയി അവിടെ അകത്തുനിന്നിരുന്നു, ഇച്ചിരി ഒന്ന് നടുന്ന് വറുത്തു. പിന്നെ വൈകുന്നേരം ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. 2-3 ട്രിപ്പായിട്ടാണ് വറുത്തതേ. മസാല പുരട്ടി അവിടെ വെച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ചാറൊക്കെ ഇട്ടു, അച്ചാറൊക്കെ റെഡിയായി. അതിനുശേഷം ഞാൻ നാളെ പാവ് ഭാജി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് രാത്രിയിലെ പാവ് ഭാജിയുടെ മസാല ഉണ്ടാക്കി വെച്ച്, അല്ലെങ്കിൽ രാവിലെ ഇതെല്ലാം കൂടെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കോളിഫ്ലവറും കുറേ പച്ചക്കറികളെല്ലാം കൂടെ
ഈ കുക്കറിൻ്റെ അകത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാവ് ഭാജി ഉണ്ടാക്കുന്നുണ്ടേ ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കും. അത് ഈ പിള്ളേർക്ക് ഇഷ്ടം. ഞാൻ ഇന്നത്തെ ഇതാകുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കും, പിള്ളേർക്കും ഇഷ്ടമാണ്. അതിപ്പം ഇന്നാന്നേലും പിന്നെ വൈകിട്ട് കഴിക്കാനാന്നേലും പിന്നെ പ്രാവശ്യത്തേക്കിനാന്നേലും ഞാനിത് എടുത്ത് വെക്കും. അപ്പോൾ തോമസ് വേൾഡ് പറയുന്നത് വിജീസ് കിച്ചൺ ഒരു അണ്ടാവിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. തോമസ് വേൾഡ് അവിടെ വെച്ച് മാംഗ്ലൂർ വെച്ചൊരു ഹോട്ടലിൽ കയറി ഇത് കഴിച്ച ഉടനെ, റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ച ഉടനെ എന്തുവാന്ന് പുള്ളിക്കാർക്ക് അറിയത്തില്ലായിരുന്നു. പാവ് ഭാജിയാന്ന് അറിയണം. ഇതാ വിജീസ് കിച്ചൺ ഒരു അണ്ടാവിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കുമ്പം കുറേ ഉണ്ടാക്കും അങ്ങ്. ഇത് പച്ചക്കറികളെല്ലാം കൂടി ഇങ്ങനെ വേവിച്ചിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ അവന്മാരുടെ വയറ്റിൽ ചെല്ലും. അവന്മാരത് ഒട്ടും മാറ്റി വയ്ക്കത്തില്ല. ഞാൻ ചിലപ്പം മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുക്കും. ഇതിപ്പം നന്നായി വെന്തത് കൊണ്ട് എനിക്ക് ഈ നമ്മുടെ മത്തും കൊണ്ട് ഇങ്ങനെ ഉടച്ചുടനെ അത് നന്നായി ഉടഞ്ഞു കിട്ടും. ഞാനതൊരു വലിയ ചീനച്ചട്ടിക്കകത്തോട്ടാക്കിയിട്ടാണ് ഇതൊന്ന് ഉടയ്ക്കുന്നത്. എന്നിട്ട് ആ ചീനച്ചട്ടി ഞാൻ കഴുകി എടുത്തിട്ടാണ് ബാക്കി പ്രൊസീജിയർ ചെയ്തത്. ഞാൻ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ചീനച്ചട്ടി കഴുകിയിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ആ 2 സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, മട്ടറൊക്കെ ഞാൻ ഇപ്പോൾ മട്ടർ കിലോ 50 രൂപ ഇവിടെ. പക്ഷേ അത് ഒത്തിരി അങ്ങ് അതിൻ്റെ അകത്ത് ചിലതിലൊന്നും അരി കാണത്തില്ല. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് മട്ടറും ഇട്ട് ഇതൊന്ന് മട്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഈ നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് ഇതെടുക്കാം. ഞാനിത് ഇന്നുണ്ടാക്കാൻ കാര്യം പോളിന് കോളേജിൽ പോകണ്ടല്ലേ. അപ്പോൾ ഇത് ടിഫിന് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായി പിള്ളേർക്ക്. അതുകൊണ്ട് പ്രൈസിന് ഞാൻ കഴിക്കാനാണ് ഇവിടെ കൊടുത്തത്. ടിഫിന് ഞാൻ അവന് ബ്രെഡ് അതിൻ്റെ അകത്ത് ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടോണ്ടേ രാവിലെ ആൾക്ക് ഇഷ്ടമായി കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ 2 എണ്ണം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാനൊരു 3-4 ടൊമാറ്റോ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോയുടെ പേസ്റ്റ് കൂടെ നമുക്ക് ചേർക്കണം. നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ ഓരോ പ്ലേറ്റിലായിട്ടല്ലേ അവർ തരുന്നത്. ഒരു പ്ലേറ്റ് എന്ന കണക്കല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ബട്ടറൊക്കെ ഇട്ടിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കുന്നുണ്ട്, എത്ര ബട്ടർ ഇട്ടാലും അതങ്ങോട്ട് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് എടുത്തറിയാൻ പറ്റത്തില്ല. പിന്നെ ആ പാവ് അവർ 2 നടുകെ കീറിയിട്ട് ബട്ടർ തേച്ചിട്ടത് ചൂടാക്കി ഇങ്ങനെ ചൂടാക്കിയിട്ടാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. ഞാനിപ്പം ആ ടൊമാറ്റോയുടെ അരച്ചതുകൂടെ ചേർത്തിട്ട് ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അത് ഇച്ചിരി ചൂടായണേ അതിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഈ പാവ് ഭാജി മസാലയുടെ പൊടി ചേർക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത്. ഈ പൊടികൾ ഇച്ചിരി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും മല്ലിപ്പൊടി ചേർത്തത്. ഒരു 2.5 ടീസ്പൂൺ. പിന്നെ എരിവൊക്കെ ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പാവ് ഭാജി മസാലയാണ് ഞാൻ ഒരു 2-2.5-3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നത്. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ച ആ പച്ചക്കറികളെല്ലാം കൂടെ കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മത്തും കൊണ്ട് ഉടച്ചപ്പോഴേ അതങ്ങ് നന്നായിട്ടെല്ലാം ഉടഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ മിക്സിയിലിട്ട് അതൊന്ന് പൾസ് ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഒട്ടും പീസ് ഇല്ലാതെ കിട്ടും. ഈ മട്ടർ മാത്രമേ ഇങ്ങനെ കിടക്കൂ. മട്ടർ അവർക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇത് നിറച്ച് ഞാൻ പച്ചക്കറികളും കൂടെ ചേർക്കുമ്പോൾ നല്ല തിക്കായിരിക്കും. അപ്പം കുറേയും കൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കും. ഒത്തിരി അങ്ങ് ലൂസാക്കാതെ ഇത്തിരി തിക്കിലിരിക്കുന്നതിന് നല്ലത്. എന്നിട്ട് ലാസ്റ്റിൽ മല്ലിയില ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റ് മല്ലിയില ചേർക്കുമ്പോഴാണ് വരുന്നത്. നമ്മൾ കറിവേപ്പിലയും നോർത്ത് ഇന്ത്യൻകാർ മല്ലിയിലയും. ഇതിപ്പോൾ ഞാനിതെല്ലാം ചെയ്തിട്ട് പാവ് ഭാജിയൊക്കെ ആണെങ്കിൽ തലേന്ന് ഞാൻ ചെയ്യും. രാവിലെ എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് തലേന്ന് ഞാൻ ചെയ്ത് വെക്കും. എന്നിട്ടിത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും, 2 പാർട്ടാക്കിയിട്ട്. ഇതിപ്പം 2 പ്രാവശ്യത്തേക്കിന് എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റിൽ ഇത്തിരി ബട്ടറൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു. ഇവിടെ ഈ ബട്ടർ പരിപാടി അങ്ങനെ ഇല്ല. അതുകൊണ്ട് ബട്ടർ ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ
നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.